ഇതിനകത്ത് ഇപ്പൊ കുറെ പോരായ്മകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അക്രമ നെഗറ്റീവ് ആണത്. അതിന് ടിയാഗോ തന്നെയാണ് ബെറ്റർ. കാരണം ഈ ഒരു ബഡ്ജറ്റിലുള്ളത് ശരിക്കും നമ്മൾ കയറ്റം കയറുമ്പോൾ അത് എല്ലാ വണ്ടിയും കയറി പോണ വണ്ടി അങ്ങോട്ട് കയറി പോകും. നിർത്തിയിട്ട് എടുക്കുമ്പോൾ പക്ഷെ എനിക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടായിട്ടാണ് മാറിയേക്കണം. മറ്റേ ഇൻസ്റ്റയിൽ ഒരു റീൽ വന്നിരുന്നില്ല മറ്റേ ഓട്ടോ, അതിനുശേഷം എന്നെ രണ്ടുപേര് കൈ കാണിച്ചിട്ടുണ്ട്. ഓട്ടോ ഒരു മലയാളിയായ ചേച്ചിയും എന്നെ കൈ കാണിച്ചു, പിന്നെ ഒരു ബായി ഓട്ടോ ആണെന്ന് വിചാരിച്ചിട്ട്. ഇത്രേ ഒരു പിന്നെ 10 ലക്ഷം രൂപയുടെ അടുത്ത് വിലയുണ്ട് ഈ വണ്ടിക്ക്. ഈ 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കുമ്പോ പരാജയമാണ്. ഡാഷ്ബോർഡിൽ ഈ ഗ്ലോ ബോക്സ് അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല. അത് ഒരു നല്ലത് കൊടുക്കേണ്ടതല്ലായിരുന്നു. കാരണം നിങ്ങൾ നോക്കിയപ്പോ അത് ശരിക്കും എനിക്കുണ്ടായ കൺഫ്യൂഷൻ ആണത് സംഭവം. ഞാനിത് എടുത്തേ പിന്നെ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് തോന്നിയ ഇതാണ്. അതൊക്കെ കസ്റ്റമേഴ്സിനെ അത് പറ്റിക്കുന്ന പരിപാടിയാണ് അതൊക്കെ പറയണത് തന്നെ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഇന്നലെ ഈ ഒരു മുതലിന്റെ യൂസർ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ MGയുടെ കോമറ്റ് എന്ന് പറയുന്ന കോമ്പാക്ട് ഇലക്ട്രിക് കാർ വളരെയധികം ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സിറ്റി ഡ്രൈവിന് പറ്റിയ വണ്ടി എന്ന രീതിയിലാണ് ഇവനിപ്പോൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. കാരണം അതിൻ്റെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ എവിടെ വേണേലും കൊണ്ട് പാർക്ക് ചെയ്യാം, എവിടെ വേണേലും ഇട്ട് തിരിക്കാം. ഒരു ഓട്ടോറിക്ഷയുടെ വലിപ്പമുള്ള ഒരു കാർ. അപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും അതിനൊരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞു തരാൻ നമുക്ക് വണ്ടിയുടെ യൂസറെ തന്നെ വിളിക്കണ്ടേ. നമുക്ക് വണ്ടിയുടെ യൂസറെ വിളിക്കാൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഷറഫ് ബ്രോ. ഷറഫ് നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ്. നമ്മുടെ ചാനലിൽ തന്നെ പല വീഡിയോസിലും വന്നിട്ടുള്ള ആളാണ്. കാരണം ഫെയർവീൽസ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിലെ പാർട്ട്നേഴ്സിൽ ഒരാളാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കയറി നോക്കിയാൽ മതി. അടിപൊളി കിടക്കും യൂസ്ഡ് കാറൊക്കെ വിൽക്കുന്ന ഒരു ഷോറൂമാണ്. അപ്പോൾ ഇങ്ങനൊരു വണ്ടിയുണ്ട്. കുറേ നാളായി നമ്മൾ പുള്ളിനെ വിളിക്കുന്നു. പുള്ളിയുടെ തിരക്ക് കാരണം ഇങ്ങനെ സ്കിപ്പായി പോയി. ഇന്നിപ്പോൾ നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് അല്ലേ? അതെ. അപ്പോൾ MG കോമറ്റ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ എത്ര ആളായി? ഇപ്പോൾ ഒരു 4-5 മാസമാണ്. 4-5 മാസം കൊണ്ട് എന്തോ ഓടി? 8,000 കിലോമീറ്റർ ഓടി. അപ്പോൾ എന്താണ് ഒരു ഇലക്ട്രിക് വണ്ടിയിലേക്ക് തിരിയാനുള്ള റീസൺ? ഈ യൂസ്ഡ് കാർ നടത്തുന്ന ആളാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്, ഒരുപാട് വണ്ടികളെ പറ്റി അറിയാം. അപ്പോൾ വേറെ വണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ? വേറെ വണ്ടി ഉണ്ട്. അപ്പോൾ ഇതൊരു സെക്കൻഡറി കാർ ആണോ ഇപ്പോൾ? ഓക്കെ. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു ഇലക്ട്രിക് വണ്ടി ഈ വണ്ടി എടുക്കാൻ എന്താണ് വൈ MG എടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MGക്കാണ് 15 വർഷത്തേക്ക് വാറണ്ടി ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 വർഷം ബാറ്ററി വാറണ്ടിയും അൺലിമിറ്റഡ് കിലോമീറ്ററും. ആ ഒരൊറ്റ റീസണാണ് ഞാൻ MGയിലേക്ക് തിരിയാനുള്ള റീസൺ. ടാറ്റയുടെ ടിയാഗോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പോകണമെന്ന് അതിന് ആദ്യം 8 വർഷവും 1,50,000 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇത് വന്ന് പിന്നെ ഇപ്പോൾ ആക്കിയിട്ടുണ്ടെന്നുണ്ട് ടാറ്റ. ഇപ്പോൾ 15 വർഷം ആക്കിയിട്ടുണ്ടെന്ന് തോന്നണം, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഒരു സെക്കൻഡറി വാഹനമുള്ളൂ. അതായത് അതിൻ്റെ ഒരു പർപ്പസ് നമുക്ക് അതിൻ്റെ പർപ്പസിന് വെച്ച് വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ബെറ്റർ ഇത് തന്നെയാണോ, കോമറ്റ് തന്നെയാണ് എനിക്കുള്ളൂ ബെറ്റർ. കാരണം ഒരു 4 പേർക്ക് യാത്ര ചെയ്യാം. എന്നാലും 2 പേർക്ക് ഒക്കെ മെയിൻ കാറായിട്ട് നമ്മളിപ്പോൾ ഒരു മെയിൻ കാറായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും കോമറ്റ് പറയില്ല. അതിന് ടിയാഗോ തന്നെയാണ് ബെറ്റർ. കാരണം ഈ ഒരു ബഡ്ജറ്റിലുള്ളത് ഒരു 9 ലക്ഷം 10 ലക്ഷം രൂപ ബഡ്ജറ്റിലുള്ള വണ്ടികളിൽ ടിയാഗോ. റീസൺ തന്നെ 4 ഡോർ ഉണ്ട്, 4 ഡോർ ഉണ്ട്. പിന്നെ മെയിൻ കാറായിട്ട് ഒരു ഫാമിലിക്കൊക്കെ മെയിൻ കാറായിട്ട് യൂസ് ചെയ്യാൻ ശരിക്കും ഈ വണ്ടി പറ്റില്ല. സിറ്റി പർപ്പസിനൊക്കെ പറ്റുന്ന ഒരു അല്ലേ? നമ്മുടെ ട്രാഫിക്കിൽ ഇപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്ന എറണാകുളം ജില്ലയിലാണ്. ഇവിടെയൊക്കെ നല്ല പറ്റിയ ഒരു വാഹനമായിട്ടാണ് അല്ലെ? ഒരു സെക്കൻഡ് വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യാൻ ടിയാഗോനേക്കാളും ബെറ്റർ ഇത് തന്നെയാണ്. പക്ഷെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ അത് ടിയാഗോ തന്നെ വേണ്ടി വരും. ഇത് കാരണം ഇതിന്റെ ഇപ്പോൾ ഒരു ഫാമിലി ആയിരിക്കും, മെയിൻ കാർ ആകുമ്പോൾ ഫാമിലി ആയിരിക്കും, എപ്പോഴും ഫാമിലി കൂടി ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് ഡോർ തുറന്ന് കയറാനും പിന്നെ കുറച്ചും കൂടിയും യാത്ര കംഫർട്ട് ഉള്ളത് അതിലായിരിക്കും. ടിയാഗോയിലായിരിക്കും, കുറച്ചും കൂടി ഡൗൺ ആണ്. പക്ഷേ ഓടിക്കാനൊക്കെ അതും ഏകദേശം ബെറ്റർ ആണ്. കുറച്ചും കൂടി പെർഫോമൻസ് ഒക്കെ അതിന് തന്നെ ആയിരിക്കും, കുറച്ചും കൂടി ഫീച്ചറും അതിനായിരിക്കും. പക്ഷെ ഈ ഒരു വാഹനം ഞാൻ സെലക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ക്ലാസ്, അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ, ഒരു സ്റ്റാറ്റസ്, അത് നോക്കുന്നുണ്ട്. ഒരു സ്റ്റാറ്റസ് ഇതിലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഈ വാഹനമായിട്ട് ചെല്ലുമ്പോൾ അത് സെക്കൻഡറി കാർ തന്നെ ആയിട്ടായിരിക്കും കാണുന്നത്. മറ്റത് വരുമ്പോൾ ചിലപ്പോൾ മെയിൻ ആവാം, സെക്കൻഡറി ആവാം, അങ്ങനെ രണ്ടും ആവാലോ. ഇതായിട്ട് പോകുമ്പോ അറിയാം അവന് വേറെ ഏതോ വലിയ വണ്ടി ഉണ്ട് ഉണ്ടാവും എന്നുള്ളത് ചിലപ്പോ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിലും അവന് ഏതോ വലിയ വണ്ടി ഉണ്ട്, തൽക്കാലത്തേക്ക് കൊണ്ടു നടക്കുന്നതാണെന്നുള്ള, തൽക്കാലം അവർക്ക് ലോക്കലിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്നുള്ളൊരു
തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഉണ്ട്. തെറ്റിദ്ധാരണ അല്ലാതെ ഒരു നല്ലത് ഇത് കൂടിയാണത്. ഇത് ഏത് ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുത്തത്? ഇത് ഫോർച്യൂൺ. എറണാകുളം ജില്ലയിൽ. ഞാനിപ്പോ വണ്ടി എടുത്തത് അങ്കമാലി നിന്നാണ്. അങ്കമാലി ഫോർച്യൂൺ. ഇവിടെ എറണാകുളത്തുള്ള ടീമാണ് ഫോർച്യൂൺ. അതൊക്കെ ബെറ്റർ ആയിരുന്നു. നമുക്ക് പറഞ്ഞ സമയത്ത് വണ്ടി തരുകയും ചെയ്തു. വണ്ടിയൊക്കെ ഓക്കെ ആയിരുന്നു. വണ്ടി എനിക്ക് ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത് ആളെടുത്ത് കഴിഞ്ഞപ്പോ എനിക്കത് ഒരു കൗതുകം തോന്നി. ആളെടുത്തതിന്റെ ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എടുത്ത്. അവൻ അത് ഇതേപോലെ ഒരു ഷോറൂമിന്റെ ഓണറാണ്. അപ്പൊ അവൻ എൻ്റെ കൂട്ടുകാരനാണ്. അപ്പൊ അവനെടുത്ത് പുള്ളി എടുത്തേ കൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ശരിക്കും അവനിങ്ങനെ നടക്കണാണോ നമുക്ക് ഒരു കൊതി, ഇങ്ങനെ ഒരു കാറില് ഇങ്ങനെ നടക്കാനൊരു ഇഷ്ടം തോന്നിയോണ്ട് ഞാൻ പോയി ഇത് തന്നെ സെലക്ട് ചെയ്ത്. കാരണം എനിക്കൊരു കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു സംഭവം, ടിയാഗോ വേണോ ഇത് വേണോ എന്നുള്ളത്. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചായിരുന്നു. അടിപൊളി വണ്ടിയാ, വണ്ടിയൊക്കെ അടിപൊളിയാ. ഇത് ഏതാ വേരിയന്റ് വരുന്നത്? മിഡ് വേരിയന്റ്. ഇത് എക്സൈറ്റ് FC എന്ന് പറയും. എക്സൈറ്റ് FC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് എൻഡിന്റെ താഴെ ഉള്ളത് വലിയ ഡിസ്പ്ലേ, ഹെഡ്ലൈറ്റ്, പ്രൊജക്ടർ ലാമ്പ്, ഇതെങ്കിലും വേണം ശരിക്കും. ഇതിനകത്ത് കുറച്ച് പോരായ്മകൾ, കുറച്ച് ഇംപ്രൂവൈസേഷൻ ഉണ്ടാവാം. പിന്നെ തീർച്ചയായും ഇതിന്റെ അകത്ത് പറയണ്ട. അപ്പോ ഇത് ടോപ്പിന്റെ താഴെയുള്ള വേരിയന്റ് ആണ്. ടോപ്പ് വേരിയന്റുമായിട്ട് ചില വ്യത്യാസങ്ങൾ. പ്രൈസ് എങ്ങനെയാ വന്നത് ഇപ്പൊ ഇതിന് 9 ലക്ഷം രൂപ. 9 ലക്ഷം. മറ്റേ ടോപ്പ് വേരിയന്റുമായിട്ട് എത്ര വ്യത്യാസം ഉണ്ടാവും? ഒരു 80 രൂപ, 1 ലക്ഷം രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. 1 ലക്ഷം രൂപയുടെ വ്യത്യാസം. വലിയ അഡീഷണൽ ആയിട്ടുള്ള ഇതൊന്നുമില്ല. കീലെസ് വരുന്നുണ്ട്. ഇതിനകത്ത് കീ ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ കീലെസ് എൻട്രി ഉണ്ടാവും. ഇതൊക്കെ ഈ ലൈറ്റ് തന്നെയാണ് വരുന്നത്. ഇത് LED ആണ്. ഈ വേരിയന്റിന് വലിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ LED ബാക്ക് ടൈൽ ലാമ്പൊക്കെ LED ആണ്. പിന്നെ ഇന്റീരിയർ ഒക്കെ ഈ ഷേപ്പിലാണ്. അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ മിറർ ഫോൾഡിങ്ങും പിന്നെ കീലെസ് എൻട്രി അതന്നെ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ ബാറ്ററി ചെയ്യാൻ തോന്നുന്നല്ലേ? ആക്സസറീസ് ഇവിടെ ഷോറൂമിലുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങി അവിടെ ഒക്കെ ആയിട്ട് മെനകടാക്കാൻ വേണ്ടിട്ട് കുറെ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് ചെയ്യാന്നുള്ളൂ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് എന്റെ ഒരു സ്റ്റൈല്. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കമ്പനി റേഞ്ച് പറയുന്ന വണ്ടിക്ക്? ഇത് കമ്പനി ഇവരുടെ നമ്മൾ ഈ സൈറ്റിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 230 എവിടെയോ പല സ്ഥലങ്ങളിലുമായിട്ട് കാണാം. പക്ഷെ ഈ വണ്ടിയുടെ അകത്ത് ആക്ച്വൽ കാണിക്കുന്ന റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കിട്ടുന്ന റേഞ്ച് അല്ലെങ്കിൽ ഷോറൂമിൽ പറയുന്നത് 200 കിലോമീറ്റർ ആണ്. ആ 200 കിലോമീറ്റർ നമുക്ക് 200 കിലോമീറ്റർ ഇന്ന് എനിക്ക് 200 കിലോമീറ്റർ ഓടണം എന്നുണ്ടെങ്കിൽ ആ 200 കിലോമീറ്റർ കിട്ടും. ഇനി ഉറപ്പായിട്ടും കിട്ടും. വേണ്ട, കിട്ടണത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 180-170 കിലോമീറ്റർ നമ്മൾ ഓടിക്കുന്ന അനുസരിച്ചിരിക്കും. നമുക്ക് 200 വേണമെന്ന് പറഞ്ഞാൽ അത് 200 തരും. ഇതിനകത്ത് മറ്റേ എക്കോ മോഡും സ്പോർട്സ് മോഡും ഉണ്ട്. എക്കോ മോഡിലാണ് കൂടുതലും ഞാൻ ഓടിക്കാറ്. സ്പോർട്സ് മോഡിൽ ഓടിച്ചാലും വലിയ വിഷയമൊന്നുമില്ല. ആ ഒരു റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട് മൈലേജ്. എക്കോ മോഡിൽ നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഈ കിലോമീറ്റർ സെറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വൈഫൊക്കെ ഉപയോഗിക്കുമ്പോ ആ കിലോമീറ്റർ ഓവർ സ്പീഡിലേക്കൊന്നും പോകാതിരിക്കാനുള്ള സ്പീഡ് ലിമിറ്റ് ചെയ്യാം. അപ്പോ ചാർജ് തീരുന്ന അവസ്ഥ എപ്പോഴേലും വന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇത് വെച്ച് ലോങ് ആയിട്ടൊന്നും പോവാറില്ല. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ലോക്കൽ ഇവിടെ തന്നെ ആയിരിക്കുള്ളൂ. ധൈര്യം ഇല്ലാഞ്ഞിട്ടാണോ? ധൈര്യം പറഞ്ഞല്ലോ. ഒരു 150 കിലോമീറ്റർ ഒക്കെ പോയി നോക്കിയാൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അത് 170 കിലോമീറ്റർ ഞാൻ ഓടി തിരിച്ചു വന്നിട്ട് ബാലൻസ് 35 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ കണക്ക് കൂട്ടുമ്പോ 205 കിലോമീറ്റർ ആയി. ഞാൻ ചോദിക്കാൻ കാര്യം AC ഇട്ടാണ് ഓടിയത്. EV വാഹനങ്ങൾക്ക് ബാറ്ററി തീരാറാവുന്ന സമയത്തിന്റെ പെർഫോമൻസ് ഒരു പമ്മലുണ്ടാവും. അതൊരു 30ലേക്ക് വരുമ്പോ 30% വരുമ്പോ കുറച്ച് പെർഫോമൻസ് കുറയും. 20ലേക്ക് ആവുമ്പോ പിന്നെയും കുറയും. 20 സ്പീഡ് എടുക്കാൻ പറ്റില്ല. സ്പീഡ് കിട്ടില്ല. അത് 10ന്റെ താഴോട്ടൊക്കെ പോകുമ്പോ ഒരു മിനിമം സ്പീഡിൽ അങ്ങോട്ട് പോവുള്ളൂ. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് അല്ലെ? അതായത് ഇതിന്റെ ഈ നമ്മൾ പെർഫോമൻസ് എടുക്കണേന്ന് വെച്ചാൽ ഇതിന്റെ KV ഹൈ, അതായത് മോട്ടറിലേക്ക് പോകുന്ന പവർ ഭയങ്കര കൂടുതലായിരിക്കും. പെട്ടെന്ന് ബാറ്ററി ലോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കമ്പനി അത് ചെയ്തേക്കുന്നതാണ്. നമ്മൾ വീടെത്താൻ വേണ്ടിട്ട് എങ്ങനെയെങ്കിലും തപ്പിത്തറിഞ്ഞ് വീടെത്തണം. പക്ഷെ അങ്ങനെ എനിക്ക് അങ്ങനെ വരാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ലോങ് പോകണല്ലോ ഈ വണ്ടിയായിട്ട്. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ വരുന്നത്. കൂടി വന്നൊരു മാക്സിമം ഒരു 50 കിലോമീറ്റർ ദൂരം വരെ നമ്മൾ ഈ വണ്ടിക്ക് പോകുള്ളൂ. തിരിച്ച് 50 കിലോമീറ്റർ ഓടുമ്പോൾ 100 കിലോമീറ്റർ ആയി. ബാലൻസ് ഇവിടെ കിടന്ന് കറങ്ങാനുള്ള ഉള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 180-70 കിലോമീറ്ററോളം ഓടി. തിരിച്ചു വന്നപ്പോൾ ബാലൻസ്
35 കിലോമീറ്റർ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ബാറ്ററി ഒക്കെ ഓക്കെയാണ്, നല്ല പെർഫോമൻസ് ഉണ്ട്, ഓടിക്കാൻ നല്ല രസമാണ്. ഇതിന് കുറച്ച് പോരായ്മകളുണ്ട്, അത് നമുക്ക് പറയാം. അപ്പോ എങ്ങനെ ചാർജ് ചെയ്യാറ്? പൊതുവെ എല്ലാ ദിവസവും ചാർജ് ചെയ്യാതെ തീരുന്നതിനനുസരിച്ചാണോ? അല്ല, അത് നമ്മളിപ്പോ ഇന്ന് 50% ചാർജ് ചെയ്യണമെങ്കിൽ ബാലൻസ് കൊണ്ടുപോയി വീട്ടില് വെളുപ്പിനാണ് കുത്തിയിരുന്നത്. ചാർജ് ആവും, ഒരു 10 മണിയാകുമ്പോൾ ഫുൾ ആയിട്ട്. ഇതിന് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോ? ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അതായത് ഇതിന്റെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഇപ്പൊ ഒരു കമ്പനി അങ്ങനെ ഒരു ഫാസ്റ്റ് ചാർജ് വെച്ചേക്കണേന്ന് എനിക്കറിയില്ല. പിന്നെ ഫാസ്റ്റ് ചാർജ് ഇല്ലെങ്കിൽ 7 മണിക്കൂറാണ് ഇതിന് ചാർജ് ചെയ്യാൻ സമയം. ഇതിപ്പോ ഫാസ്റ്റ് ചാർജ് ഉള്ള മോഡലാണ്. ഈ ഫാസ്റ്റ് ചാർജ് ഉള്ള മോഡലിന് 3.5 മണിക്കൂർ വേണം ചാർജ് ആവാൻ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഈ മെയിൻ കാർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ടിയാഗോ ഒക്കെയാണ് ബെറ്റർ. കാരണം 58 മിനിറ്റ് 60 മിനിറ്റ് കൊണ്ട് ഏതാണ്ട് 80% ചാർജ് ആവും. അത് ഫാസ്റ്റ് ചാർജ് ലോങ് ഒക്കെ പോകുമ്പോ, ലോങ് പോകാനും ഇല്ലാത്തവർക്കൊക്കെ ഇത് തന്നെ മതി, ധാരാളം. ഇത് മറ്റേ 17 വാട്ടിന്റെ 17 കെവിയുടെ ചെറിയ ബാറ്ററിയാണ്. ഇത് റിയൽ വീൽ ഡ്രൈവ് ആണിത്. ഹൗസിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി. നല്ല. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാണ്. അപ്പൊ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇതില്, എന്തൊക്കെയായിരിക്കും? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിച്ച് പറഞ്ഞു. ഇതിന്റെ ഈ സീറ്റ്, അതായത് നമുക്കിപ്പോ ലോക്കൽ കിടന്ന് ഓടാനാണല്ലോ. നമ്മളൊരു ലോങ് ഡ്രൈവ് ഇന്റീരിയറിലാണോ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുള്ളത്? ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഉണ്ട്. ഡിസൈൻ, വണ്ടിയുടെ ഈ ഡിസൈൻ, ഈ ചെറിയതായിട്ട് കൂളിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു ക്യൂട്ടാണ് സംഭവം. വണ്ടി കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ അലോയ്സ് ഒന്നും ഇല്ല. അലോയ്സ് പാടില്ല എന്നൊരു ഇതുണ്ടല്ലേ? അത് ഇവര് അലോയ്സ് പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇത് വെറുതെ വാറന്റി ഒക്കെ കട്ടാക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം. ടയറിന്റെ പെർഫോമൻസിനെ വണ്ടിക്കൊക്കെ അലോയി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാ, നല്ല രസമോ കാണാൻ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സീറ്റിന്റെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അതിന്റെ ഇടയിൽ ഞാൻ സംസാരിച്ചു. സീറ്റ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നല്ല വലിയ ഡോറാണ് ഇതിന്റെ. വിശാലമായ റോഡാണ്, 2 ഡോറാണ്, വെയിറ്റ് ഉള്ള ഡോറാണ്. വിശാലമായ ഡോർ എന്നുണ്ട്, ഞാൻ നേരത്തെ റോഡ് എന്ന് പറഞ്ഞു എന്നൊരു സംശയമാണ്. വിശാലമായ ഡോറാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെപ്പോഴും യൂസ് ചെയ്യണ വണ്ടിയാണല്ലോ. ചിലപ്പോ നമുക്ക് ലോക്കലായിരിക്കും, ഇവിടെ കിടന്ന് കയറാനും ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് ഇതിന്റെ അത്. മറ്റുള്ള വണ്ടിയിലേക്ക് താഴോട്ട് ഇരുന്നിട്ട് മേളിലേക്ക് എണീക്കണം, മേളിലേക്ക് ഇറങ്ങിയിട്ട് താഴോട്ട് ഇറങ്ങണം. അത് നല്ലൊരു ഫീച്ചറാണ്. കാരണം ഈ ബാക്ക് പെയിൻ സംഭവങ്ങൾ എനിക്ക് ചെറിയൊരു അതിന്റെ പ്രശ്നം ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഉള്ളവർക്കൊക്കെ പെർഫെക്റ്റ് ആണ്. സ്പേസ് ഒക്കെ പക്കയാണ്, അടിപൊളിയാണ്, ഭയങ്കര സ്പേസ് ആണ്. അപ്പൊ ഇതിന്റെ ബാക്കിലേക്ക് കയറുന്നത് എല്ലാവർക്കും അറിയാലോ, ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ടാണ്. 2 സീറ്റും ഫോൾഡ് ചെയ്യാമല്ലോ അല്ലെ? ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാവുന്നതാണ്. ബാക്കിലേക്ക് കയറാം, 2 പേർക്ക് ബാക്കിലിരിക്കാം. അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 പേർക്ക് ഇരിക്കാമല്ലോ, 5 പേർക്ക് എങ്ങനെയൊക്കെ യാത്ര ചെയ്യാം. 5 പേര്, ഞങ്ങള് 5 പേരൊക്കെ ഇരുന്നിട്ടുണ്ട്, 5 പേര് യാത്ര ചെയ്തിട്ടുണ്ട്. കയറ്റവും കയറാനൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അതിന് ഒരുപാട് റേഞ്ചുകൾ മറ്റുള്ള ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോ ഒരുപാട് റേഞ്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. എന്നാലും ചിലപ്പോ ചില സമയങ്ങളിൽ ഒരു 160 പോകാറുണ്ട് കേട്ടോ. കയറ്റമൊക്കെ കയറുമ്പോ എങ്ങനെയുണ്ട് വണ്ടിയുടെ? കയറ്റമൊക്കെ കയറുമ്പോ ഒരു കുഴപ്പമില്ല, നന്നായിട്ട്. ശരിക്കും നമ്മൾ കയറ്റം കയറുമ്പോ അത് എല്ലാ വണ്ടിയും കയറി പോണ വണ്ടി അങ്ങോട്ട് കയറി പോകും. പക്ഷെ നിർത്തിയിട്ട് എടുക്കുമ്പോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കയറ്റങ്ങൾ ഇപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ എവിടെയെങ്കിലൊക്കെ പാർക്ക് ചെയ്ത് കയറുമ്പോഴൊക്കെ അത് ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു, ഇറങ്ങി വന്ന് തള്ളണ്ട വരുമോ എന്ന് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടോ. ഇല്ല, ബാക്കിലേക്ക് ഇറങ്ങിയൊന്നുമില്ല. ഉണ്ട്, കയറി പോകും. അത് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും വണ്ടി, അപ്പൊ കുഴപ്പമില്ല, ആ ഒരു ടെൻഷൻ വേണ്ട. പിന്നെ അത് മാത്രമല്ല കയറി പോരുകയും ചെയ്യും, ലോഡ് ഉണ്ടെങ്കിലും കയറി പോരും. ബാക്കി ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട്, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് എനിക്ക് ഈ കാണുന്ന സ്റ്റിയറിങ്ങും ഈ ഒരു ഫ്രണ്ട് ഈ ക്യാബിൻ എനിക്ക് ഭയങ്കര. ഞാനൊരു ആപ്പിളിന്റെ ഫോണിന്റെ ഒക്കെ ഒരു സെറ്റപ്പാണ് ഇവര് ഇതേപോലെ ചെയ്തേക്കണം ശരിക്കും. ഇങ്ങനെ ഈ കളറൊക്കെ, ഈ കളർ ശരിക്കും വലിയ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് അഴുക്കാവും. ഇതുണ്ടല്ലേ, ഇപ്പൊ എന്റെ പുതിയ വണ്ടി തന്നെയാണ്, നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളൂ. ഈ ഇതിന്റെ ഒരു ഇന്റീരിയറും സംഭവങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ ഡാഷ്ബോർഡിൽ ഈ ഗ്ലോ ബോക്സ് അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല, സ്റ്റോറേജ് എന്ന് പറഞ്ഞ സാധനം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അക്രമ നെഗറ്റീവ് ആണത്. കമ്പനി ശ്രദ്ധിക്കേണ്ടായിരുന്നു. ഇത്രയും നന്നായിട്ട് ഒരു വണ്ടി ഇറക്കുമ്പോ ഫോൺ വെക്കാൻ സ്ഥലമില്ല. ഈ ഡോർ പാഡിൽ കാണുന്ന ഇതാ ആകെ കൊടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ? കുറച്ച് ബോട്ടിലുകൾ ഇത്രയും വലിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാനേ, ഇപ്പൊ വണ്ടിയുടേതായ എന്തെങ്കിലും ഒരു RCO ഒരു ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലം ഈ വണ്ടിക്കില്ല. അതൊരു പോരായ്മയാണ്. പിന്നെ ഭയങ്കര പോരായ്മയാണ് അത്.
അങ്ങനെ നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഈ ഇരിപ്പൊരു സുഖമാണ്, റോഡിലേക്ക് നല്ല വിസിബിലിറ്റി കിട്ടും, നമ്മളൊരു വലിയ വണ്ടിയിലിരിക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡിസൈൻസ്, പിന്നെ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറയാം. ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ എ സിയുടെ സംഭവങ്ങൾ, ഇതാണ് മറ്റേ മോഡ് മാറ്റുന്നത് അല്ലേ, സ്പോർട്ട് മോഡ് മാറ്റുന്നത്. ഇവിടെ എ സിയുടെ വെന്റ് വരുന്നുണ്ട്. എ സിയുടെ ഫാൻ നമുക്ക് കുറച്ചിടാം അല്ലേ, ഈ സൗണ്ട് കേൾക്കും. പിന്നെ ഇവിടുന്ന് ഇവിടം വരെ വരുന്ന ഒരു വലിയ ഡിസ്പ്ലേ ആണ്. അത് രണ്ടായിട്ട് ഇവിടെ പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്, എന്നാലും അടിപ്പൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ 2 കുപ്പി വെക്കാൻ തോന്നുന്നു. അത് എ സിയുടെ വെന്റ് അവിടെ ഉള്ളതുകൊണ്ട് ചിൽഡ് ആയിക്കോളും. പിന്നെ 2 എയർ ബാഗ് ഉണ്ട്, 2 എയർ ബാഗ് വരുന്നുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു സ്റ്റോറേജ്, ചെറിയൊരു സ്റ്റോറേജ്, ഫോൺ ഇരിക്കാനുള്ള ഒരു സൗകര്യം ഇല്ല. സ്റ്റോറേജ് ഒന്നും പറയാറില്ല, എന്നാലും വേണമെങ്കിൽ കൂട്ടാം. പവർ വിൻഡോയുടെ സ്വിച്ച് ഇതേ ഉള്ളിൽ ഇവിടെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇത് ഡ്രൈവ് സെലക്ടിന്റെ ഇതിന്റെ കാര്യം പറയുമ്പേ, ഈ സാധനം ഇപ്പൊ നമുക്ക് പുതിയ ആളുകൾക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു കൗതുകമായിട്ട് തോന്നുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പുതിയൊരു ടെക്നോളജി അല്ലേ, ഇത്ര സിമ്പിൾ ആക്കി. ഇപ്പൊ ബെൻസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സംഭവമായിട്ട് എല്ലാവർക്കും തോന്നും. പക്ഷെ എനിക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടായിട്ടാണ് മാറിയേക്കണം. നമ്മൾ ഈ മറ്റുള്ള വണ്ടികളാണല്ലോ എപ്പോഴും ഓടിക്കുന്നത്. അപ്പൊ ഇതെപ്പോഴും കൂടുതൽ നമ്മൾ ഈ റിവേഴ്സ് എടുക്കാനും ഫ്രണ്ട് എടുക്കാനും ഒക്കെ ഇതിങ്ങനെ തിരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു ലിവർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഒരു ചെറിയൊരു ലിവർ വെച്ചാൽ മതിയായിരുന്നു. നമുക്ക് ഇതിങ്ങനെ തിരിക്കണത് ഒരു രസമുള്ള പരിപാടിയല്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോ ടിയാഗോക്കോ തന്നെയാണ് കേട്ടോ, ഒട്ടുമിക്ക ഇലക്ട്രിക് കാറിനും ഇത് തന്നെയാണ് തിരിക്കുന്നത്. മഹീന്ദ്രയുടെ വണ്ടിക്കൊക്കെ ലിവറാണ്. അതൊരു രസമായിരിക്കും. ഇതൊരു വണ്ടി ഓടിക്കണ ഒരു സെറ്റപ്പ് കിട്ടൂല നമുക്ക്, ഗെയിമൊക്കെ കളിക്കണ പോലെ ആയിരിക്കും. ഇതിന് വേറൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ന്യൂട്രൽ. അതൊക്കെ അടിപൊളി ഫീച്ചറാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യമുള്ള നല്ല ഫീച്ചറാണ്. കാരണം ഇതിപ്പോ ഡിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവ് ആവൂല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബ്രേക്ക് ഔട്ടിട്ടാണ് ഡ്രൈവ് ആവണത്. ഡ്രൈവിലേക്കായി ഈ ബ്രേക്ക് ഔട്ടിയാൽ തന്നെയാണ് നമുക്ക് റിവേഴ്സ് ഇടാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഡ്രൈവില് ബ്രേക്ക് ചവിട്ടാതെ ന്യൂട്രലിലേക്ക് ആക്കാൻ പറ്റും വണ്ടി. അതായത് ഇപ്പൊ കുട്ടികളൊക്കെ തിരിക്കുകയാണെങ്കിൽ റിവേഴ്സിലേക്കൊന്നും പോവാതെ വണ്ടി ന്യൂട്രൽ ആവും. അവിടുന്ന് ആവൂല. അവിടുന്ന് പിന്നെ ഡ്രൈവിലേക്കും റിവേഴ്സിലേക്കും ഒന്നിലും പോവില്ല. പിന്നെ ബ്രേക്ക് ഔട്ടി മാത്രമേ ഇതാവുള്ളൂ. പിന്നെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഡ്രൈവിൽ കിടക്കുകയല്ലേ, പെട്ടെന്ന് ഇത് തിരിച്ചപ്പോ ചിലപ്പോ ആയില്ല, അല്ലെങ്കിൽ ഡ്രൈവിൽ നിന്ന് മാറിയില്ല, നമ്മൾ ഇറങ്ങി പോവുകയാണെങ്കിൽ ആ സമയം വണ്ടി ന്യൂട്രാവും. ഡോർ തുറന്ന് ഡ്രൈവർ ഇറങ്ങിയാൽ വണ്ടി ന്യൂട്രാവും. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ നമുക്ക്. തന്നെ ന്യൂട്രലിലേക്ക് ആയിട്ടുണ്ട്, കണ്ടെന്ന് വിശ്വസിക്കുന്നത്. ഇപ്പൊ ന്യൂട്രലിലായിട്ടുണ്ട്. സെൻസർ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, ഡോറിലായിരിക്കും, സീറ്റിലായിരിക്കും അല്ലേ. ഓക്കെ. ഇനി ഇവിടെ ഹുക്കുകൾ വരുന്നുണ്ട്, മാർക്കറ്റിലൊക്കെ പോകുമ്പോ സാധനങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം നേരത്തെ സ്പേസ് ഉണ്ട് അല്ലെ. മീൻ വാങ്ങിക്കാനൊന്നും പോകാൻ പറ്റില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ വണ്ടിയാണ്, ഇതിന് ഡിക്കി ബൂട്ട് സ്പേസ് ഇല്ല. അപ്പൊ നമ്മൾ ഫിഷ് ഒക്കെ വാങ്ങിച്ച് ഇവിടെ തൂക്കിട്ട് കഴിഞ്ഞാൽ AC ഇട്ട് ഓടി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിലേക്ക് സ്മെല്ല് ഉണ്ടാവും. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്, ഇതൊക്കെ അടിപൊളിയാണ്. ഇതിന് വേറെ കാര്യമുണ്ട്, നമുക്ക് ആ സൈഡ് വേണമെങ്കിൽ പാർക്ക് ചെയ്തിട്ട് ഇതിൽ ഇറങ്ങി പോവാം സിമ്പിൾ ആയിട്ട്. അത് എനിക്ക് പല സ്ഥലങ്ങളിലും എനിക്ക് അങ്ങനെ അനുഭവം വന്നിട്ടുണ്ട്. കാരണം മറ്റുള്ള വണ്ടികൾക്കാണെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല, ഈ വണ്ടിക്ക് അത് പറ്റും. നമുക്ക് ഈ സൈഡ് ചേർത്തിടാം. ആ സൈഡാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഇറങ്ങി ഇതിൽ അങ്ങോട്ട് പോവാം. ഇവിടെ USB കുത്താനുള്ള സ്ലോട്ട് ഉണ്ട്. ചാർജിങ് സ്ലോട്ട് ഉണ്ടോ? ചാർജിങ് സ്ലോട്ട് ഉണ്ട്. അവിടെ ഒരു ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് ആണോ? അതിന്റെ കൺട്രോൾസ് എവിടെ വരുന്നത്? ഈ ഒരു സൈഡിലാണ്, അതായത് റൈറ്റ് കോർണറിലാണ് ആ ഒരു സംഭവങ്ങൾ വരുന്നത്. പിന്നെ എടുത്തു പറയാനുള്ള ഫീച്ചർ എന്ന് പറയാൻ ഇവിടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ മിറർ വരുന്നു, ലൈറ്റ് വരുന്നു, ഇവിടെ മിറർ ഉണ്ടോ? മിറർ ഉണ്ട്. മൊത്തം പേപ്പേഴ്സ് എല്ലാം ഇതിനകത്താണല്ലേ. ഓക്കെ. എങ്ങനെയുണ്ട് ഇതിന്റെ സ്പീക്കർ? എങ്ങനെയുണ്ട് സ്പീക്കർ? പരാജയമാണല്ലേ ഈ ഒരു വണ്ടി, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 10 ലക്ഷം രൂപയുടെ അടുത്ത് വിലയുണ്ട് ഈ വണ്ടിക്ക്. ഈ 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കുമ്പോ ചെറിയ കാറല്ലേ, വലിയ സംഭവം എന്ന് പറയാനുള്ള വണ്ടിയൊന്നുമില്ല, ഒരു ചെറിയ കാറ്. ഈ കാറില് ഒരു ഇത്രയും നല്ല ഭംഗിയായിട്ടൊരു ഇന്റീരിയർ ഒക്കെ കൊടുത്തിട്ട് നല്ല സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ്. നല്ല ഭയങ്കര വലിയ ഡിസ്പ്ലേ, മ്യൂസിക് സിസ്റ്റം പരാജയമാണ്. എക്സ്ട്രാ ചെയ്യുമ്പോ ഇവര് വന്നിട്ട് മറ്റേ വാറന്റി പറയും. പിന്നെ ബാറ്ററിയുടെ വണ്ടിയാണല്ലോ, അത് ഒരു നല്ലത് കൊടുക്കണ്ടല്ലായിരുന്നു. ഈ ഒരു സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പൊളിക്കുമെന്ന് വിചാരിക്കും, അങ്ങനെ പൊളിക്കൂല. മ്യൂസിക് സിസ്റ്റം പരാജയമാണ്. തീരെ ചെറിയൊരു സ്പീക്കറും ചെറിയൊരു മ്യൂസിക് സിസ്റ്റവും മാത്രം കൊടുത്തിട്ടുള്ളൂ. ഈ സംഭവം കാണുമ്പോഴൊക്കെ
അടിപൊളി. അതെനിക്ക് എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് തോന്നിയ ഇതാണ്. കാരണം നമ്മളൊക്കെ പാട്ടൊക്കെ കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, കുറച്ചും കൂടി എഫക്റ്റീവ് കേൾക്കണമെന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക്, കാരണം നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുന്നതിൻ്റെ അകത്താണല്ലോ, നമ്മൾ മറ്റുള്ള വണ്ടികളിലല്ല യാത്ര ചെയ്യുന്നത്, കൂടുതലും നമ്മൾ ഈ വണ്ടിയിലായിരിക്കും. അപ്പോൾ അത് പരാജയമാണ്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഉണ്ട്. ബാക്കിൽ സ്പീക്കർ ഒന്നും ഇല്ല, ഈ ഫ്രണ്ടിൽ 2 സ്പീക്കർ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിൽ അവർ 4 സ്പീക്കർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ 4 സ്പീക്കർ അതൊക്കെ കസ്റ്റമേഴ്സിന് അത് പറ്റിക്കുന്ന പരിപാടിയാണ്, അതൊക്കെ പറയണത് തന്നെ. ഇതിന്റെ അകത്തൊരു ട്യൂട്ടർ വരും, അതാണ് ഇവര് 4 സ്പീക്കർ. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയുണ്ട്? ടിൽറ്റ് അതില്ല, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ഓക്കേ, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല. ഇതിന്റെ മേളത്തെ മോഡലിന് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, പക്ഷെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഇല്ല ഇതിന്. അത് ടോപ്പ് എൻഡിനും ഇല്ല. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്കാൻ പറ്റും, അതൊക്കെ പറ്റും. പിന്നെ ടിൽറ്റ് അതായത് വണ്ടി ഭയങ്കര ക്വാളിറ്റിയാണ്. വണ്ടിയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷും അതേപോലെ ഈ പ്ലാസ്റ്റിക് ഫിനിഷും ഇതിന്റെ അകത്ത് എല്ലാ സാധനവും ഹൈ ക്വാളിറ്റിയാണ് സംഭവം. എന്നാലും ചില കാര്യങ്ങളിലൊക്കെ കുറച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഈ ഇങ്ങനെയുള്ള ചില പോരായ്മകൾ പറഞ്ഞെന്നുള്ളൂ ഞാൻ. വണ്ടി എനിക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഇത്. ബ്ലൈൻഡ് സ്പോട്ട് കൂടുതലാണ് ഈ സാധനം. ഈ സാധനം വലിയ ബുദ്ധിമുട്ടാ. രാത്രിയൊക്കെ നമ്മൾ ടേൺ ചെയ്യുമ്പോഴൊക്കെ ആ മൂലക്കേന്ന് 2 വീലറോ സൈക്കിളുകാരോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവര് ഒരു ഇതുകൊണ്ട് അങ്ങോട്ട് പോകും, അവര് പാസ് ചെയ്ത് പോകുന്നല്ലാതെ നമ്മളായിട്ട് കണ്ട് വണ്ടി മാറ്റുക എന്നുള്ളത് സംഭവം ഇല്ല. റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്നുണ്ടോ? റിവേഴ്സ് ക്യാമറ ടോപ്പ് എൻഡിന് വരുന്നുണ്ട്, ഈ വണ്ടിക്ക് ഇത് ഇല്ല. ഇപ്പൊ ഇറങ്ങണ മോഡലിന് റിവേഴ്സ് ക്യാമറയും മിറർ ഫോൾഡിങ്ങും ഉണ്ട്. റിവേഴ്സ് ക്യാമറ നിർബന്ധമാണ് ഈ വണ്ടിക്ക്, കാരണം ബാക്ക് കാണാൻ പറ്റില്ല അതിന്റെ. പിന്നെ ഇതിന്റെ ഈ മിററിന്റെ പൊസിഷൻ ഒന്നും കറക്റ്റ്, അലൈൻമെന്റ് ഒന്നും കറക്റ്റ് അല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്തേക്കണം. സെൻസർ ഉണ്ടോ? സെൻസർ ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് പയ്യെ പുറത്തേക്ക് ഇറങ്ങാം. വണ്ടി ഓഫ് ചെയ്തേക്കാം അല്ലേ? അപ്പോ 90,000 കിലോമീറ്റർ വണ്ടി ഓടി. ഇത് 5 മാസമല്ലേ ഉള്ളൂ? 2025 മോഡൽ വണ്ടിയാണ്. 5 മാസം എടുത്ത വണ്ടിയാണ്. ഓക്കെ, അപ്പോ ഇനി അറിയാനുള്ളത് ഇതിന്റെ സർവീസ് ആണ്. ഇപ്പോ 90,000 മീറ്ററിൽ എത്ര 2 സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവും? സർവീസ് ഫസ്റ്റ് 1000 കിലോമീറ്ററിൽ, പിന്നെ 5000 കിലോമീറ്റർ, 10,000 അത് രണ്ടും ഫ്രീ സർവീസ്. ഫ്രീ സർവീസ് ആണ്. എങ്ങനെ ബുക്കിംഗിന്റെ ഫോർമാലിറ്റി നമുക്ക് നേരിട്ട് ഇത് വേറൊരു ഇതിന്റെ വേറൊരു സംഭവം കൂടി പറയാൻ കേട്ടോ, ഞാൻ ഇത് പറയാം. ബുക്കിംഗ് ഇത് MGയുടെ ആപ്പ് വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്യണം. നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് ഷോറൂം, ഏത് ഡീലർഷിപ്പ് ആണ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് ആപ്പ് വഴി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കിംഗ് എടുക്കാം. ബുക്കിങ്ങിന്റെ സ്ലോട്ട് നമുക്ക് വരും. ആ സ്ലോട്ടിൽ വണ്ടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സർവീസ് ചെയ്ത് അതിന്റെ വൈകിട്ട് തന്നെ കിട്ടും. ഈ സ്ലോട്ട് കിട്ടാൻ ചിലപ്പോൾ നമുക്ക് ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ കിട്ടണമെന്നില്ല. സ്ലോട്ട് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സ്ലോട്ട് കിട്ടുന്നത്. നമുക്കൊരു ഫ്രീ ടൈമിലായിരിക്കില്ല ചിലപ്പോൾ സ്ലോട്ട് കിട്ടണത്. ഇപ്പൊ എന്താ പറയണം വന്നല്ലോ, എന്താ ഞാൻ പിന്നെ ഈ ആപ്ലിക്കേഷൻ, ഇതിന്റെ ഒരു മൊബൈല് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതുവഴി നമുക്ക് വണ്ടി എവിടെയാണെന്നും വണ്ടി ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലോക്കും അൺലോക്കും ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. AC ഓൺ ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ അടുത്ത മോഡലിൽ ചിലപ്പോൾ പറ്റിയായിരിക്കും, ഇതിന്റെ കൂടിയ മോഡലിൽ പറ്റിയായിരിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഞാൻ പല സമയങ്ങളിലും ഷോറൂമിലും ഒക്കെ വണ്ടി ഇട്ടിട്ട് പോകുമ്പോൾ കീ അവിടെ ആയിരിക്കും. ഷോറൂം ക്ലോസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വരുന്നത്. അപ്പൊ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ, കീ എവിടെ വെക്കും? ലോക്ക് ചെയ്യാൻ മറന്നു. അപ്പൊ കീ വണ്ടിയുടെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ വഴി ലോക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് മൊബൈൽ വഴി അൺലോക്ക് ചെയ്തിട്ട് വണ്ടി എടുത്തിട്ട് വരാം. അത് നല്ല ഫീച്ചറാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിങ്ങനെ ഒരു കാർ എടുക്കാൻ തന്നെ ഒരു കാരണമുണ്ട്. എനിക്ക് വയ്യ പെട്രോളും ഡീസലും അടിക്കാൻ. ആ ചോദ്യം ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. നമുക്കൊരു ചെറിയ വാഹനം വേണം എന്ന് വിചാരിക്കാം. നമ്മളൊരു നല്ലൊരു വാഹനം ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ വലിയൊരു വാഹനം ഉപയോഗിക്കേണ്ടത്, അതിൽ നമുക്ക് ഫ്യൂൽ അടിച്ച് എപ്പോഴും കൊണ്ടുനടക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എപ്പോഴും ഇത് കൊണ്ടുനടക്കണ മാതിരി മറ്റുള്ള വണ്ടികൾ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഇതില്ല. അതിന് ഞാൻ സെലക്ട് ചെയ്ത വണ്ടി ആദ്യം ഞാൻ CNG വണ്ടി ആയിരുന്നു. CNG വില കൂട്ടി. ഞാൻ CNG എടുക്കുമ്പോൾ 56 രൂപ ഉണ്ടായുള്ളൂ. അത് ഇമാര് കൂട്ടി ഇപ്പൊ 90 രൂപയ്ക്കായി. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ഇനി നടപടി ആവൂല. കാരണം അത് ഗവൺമെന്റ് ആണല്ലോ നമ്മുടെ, അതൊരു സംഭവമായിട്ട് കുറയണമില്ല. അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു പൈസ എനിക്ക് ചെലവില്ല. എനിക്ക് വീട്ടിലാണ് ചാർജ് ചെയ്യണത്. ചാർജ് ചെയ്യുമ്പോൾ ഇപ്പൊ സോളാർ ഇല്ല. സോളാർ ഞാൻ വെക്കാനുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോളാർ വെച്ചാൽ 1 രൂപ ഇല്ല, സീറോ ആയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടെടുക്കാം. ഇനി സോളാർ വെച്ചില്ലെങ്കിലോ, ഞാനിപ്പോ 4 മാസമായില്ലേ ഉപയോഗിക്കണേ. ഒരു 45,000 രൂപയുടെ ഫ്യൂവലിനുള്ളത് ഞാൻ ഓടി. എനിക്ക് കൂടി വന്നാൽ ഈ 4 മാസത്തിൽ കൂടി വന്നാൽ എനിക്കൊരു 8,000-9,000 രൂപ കറണ്ട് ബില്ല് വന്നിട്ടുണ്ടാവും വണ്ടിയുടെ മാത്രം. അപ്പൊ അതായത് ഈ 9,000 കിലോമീറ്റർ ഓടാൻ 8,000 കിലോമീറ്റർ ഓടാൻ 45,000 രൂപ ഫ്യൂൽ ചാർജ് നമുക്ക് വരും. വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വാഹനമാണെങ്കിലും നമ്മളൊരു
ഡീസൽ വാഹനമാണെങ്കിൽ പെട്രോൾ വണ്ടി ആകുമ്പോൾ 105 രൂപ 1 ലിറ്റർ പെട്രോളിന് വരും. 17 കിലോമീറ്റർ മൈലേജ് കിട്ടുള്ളൂ. നമുക്ക് ഡീസൽ വെച്ച് കൂട്ടാം. ഡീസൽ വണ്ടി ആണെങ്കിൽ 95 രൂപ 96 രൂപ വരുള്ളൂ. 17 കിലോമീറ്റർ മൈലേജ് കൂട്ടുകയാണെങ്കിൽ 45,000 ഞാൻ കറക്റ്റ് കാൽക്കുലേഷനിൽ ഇത് ചെയ്തേക്കുന്നതാണ്. എനിക്ക് ലാഭം ഉണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ ഈ സാധനം എടുത്തിട്ട്. അപ്പോൾ അത് പ്രേക്ഷകർക്കും കൂടിയും അറിയാൻ പറ്റും. ഞാൻ 8,000 കിലോമീറ്റർ ഓടാൻ 470 ലിറ്ററോളം പെട്രോൾ ഡീസൽ വേണ്ടി വരും 17 കിലോമീറ്റർ വെച്ച്. അങ്ങനെ വരുമ്പോൾ 45,000 രൂപയുടെ ഡീസൽ അടിക്കണം ഞാൻ ഈ 8,000 കിലോമീറ്റർ ഓടാൻ. അതിന് പകരം ഞാനൊരു 10,000 ബില്ല് 10,000 രൂപ കറണ്ട് ബില്ല് അടച്ച്. മനസ്സിലായോ? 8,000 കിലോമീറ്റർ ഓടാൻ ഞാൻ 10,000 രൂപ കറണ്ട് ബില്ല് അടച്ച്. അപ്പൊ എനിക്ക് എത്ര സേവ് ചെയ്ത്? 35,000 രൂപ അപ്പോഴും സേവ് ആണ്. അതായത് മാസം 10,000 രൂപ എനിക്ക് ലാഭം തന്നെ ഉണ്ട് ഈ വണ്ടി. അപ്പോൾ അതൊക്കെയാണ് റീസൺ. പിന്നെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ബാറ്ററിയുടെ കൺസേൺ അതൊന്നും ഇതിനകത്ത് വേണ്ടല്ലോ. 15 വർഷം വാറണ്ടി വരുന്നുണ്ട്. ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. അപ്പൊ 15 വർഷം കഴിഞ്ഞ് നമ്മളിത് ഉപയോഗിക്കുമെന്ന് തന്നെ നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോന്നൊന്നും പറയാൻ മാക്സിമം ഉള്ള സമയത്ത് ഇത് ഓടിച്ച് യൂട്ടിലൈസ് ചെയ്യാം അല്ലെ. ഇങ്ങനെ ഓടി 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 അങ്ങനെ തീരും അല്ലെ. ചെറിയ വണ്ടിയാണെങ്കിലും ഇതിന്റെ സേഫ്റ്റി സൈഡ് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്ത്യയിൽ ഇരുന്നപ്പോൾ പറഞ്ഞ നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ്. 2 എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ ഡോറും ബോഡിയൊക്കെ നല്ല വെയിറ്റ് ആണ്. പിന്നെ ആ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ കറക്റ്റ് ആണ് ഇതിന്റെ. കാരണം ഇതൊരു പെട്ടി പോലെ ബോക്സി പോലെ ഇരിക്കുമ്പോൾ ആളുകൾക്ക് വിചാരിക്കും ഇത് പെട്ടെന്ന് മറിഞ്ഞു പോവാൻ ചാൻസ്. 100 കിലോമീറ്റർ അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഉണ്ട്. പക്ഷെ നമ്മള് 100 കിലോമീറ്റർ ഞാനിപ്പോ 70 സെറ്റ് ചെയ്തിട്ടേക്കാണ്. കാരണം നമുക്ക് ചില സമയങ്ങളിൽ ആവേശം നോക്കുമ്പോൾ ഇത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് സെറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. 70 മതി നമുക്ക്. 70 അത്യാവശ്യം സ്പീഡാണ്. അത് മതി. അത് 70 ഓടാനുള്ള വണ്ടി ഉള്ളൂ. ഇത് ശരിക്കും 70 കിലോമീറ്ററിൽ സ്പീഡിൽ പെർഫെക്റ്റ് ആണ് വണ്ടി. സസ്പെൻഷൻ സൈഡ് ഒക്കെ എങ്ങനെയുണ്ട്? സസ്പെൻഷൻ അടിപൊളിയാണ്. ശരിക്കും ഞാൻ ഈ വണ്ടി എടുക്കുമ്പോ ഇതിന്റെ ചെറിയ വീലാണ്, 12 ഇഞ്ച് വീലാണ്. ഈ 12 ഇഞ്ച് വീല് ചെറിയ ടയറൊക്കെയാണ്. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇതിന് കുലുക്കം ഭയങ്കരമായിരിക്കും എന്ന് വെച്ച്. പക്ഷെ സസ്പെൻഷൻ അടിപൊളിയാണ്. മോശം റോഡിൽ കൂടി പോയാൽ അകത്തേക്ക് അറിയില്ലൊന്നും. എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. ചെറിയ ചെറിയ കുഴികളൊക്കെ ചാടുമ്പോ ശരിക്കും ഈ വണ്ടിയുടെ വീൽ സൈസ് ഒക്കെ വെച്ചിട്ട് നല്ല എഫക്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഭയങ്കര സ്മൂത്താ. അപ്പൊ ഇനി അറിയേണ്ടത് വിസിബിലിറ്റി എങ്ങനെയുണ്ട് ലൈറ്റിന്റെ? ഇത് LED ലൈറ്റ് ആണ് വരുന്നത്. ലൈറ്റ് ഒക്കെ നല്ല ലൈറ്റിംഗ് ആണ്. നല്ല രസമുണ്ട്. അതിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ അടിപൊളി ലൈറ്റ് ആണ് വരുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല വിസിബിലിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മോഡലെങ്കിലും എടുക്കണം. ഈ വണ്ടി എടുക്കുന്ന ആൾക്കാരെ ഇതിന്റെ ബേസ് മോഡൽ ഒരുപാട് ഞാൻ ആളുകൾ എടുത്തേക്കണ കണ്ട്. ഇത് ഹാലോജൻ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് സാധാ ലൈറ്റ് വെച്ചിട്ട് ഇതൊക്കെ ആകുമ്പോ ഇത്തിരി ഭംഗി കുറവുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ എക്സ്പീരിയൻസും നമ്മൾ പറഞ്ഞു തോന്നുന്നല്ലേ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ആൾക്കാർ കൺഫ്യൂഷൻ ഉള്ള ചെറിയ EV കാർ എന്ന് പറയുമ്പോൾ ടിയാഗോ അല്ലെങ്കിൽ MG കോമറ്റ് ആണ്. ഇത് രണ്ടും ഉള്ളൂ ഇപ്പൊ. അതുപോലെ പഞ്ച് അങ്ങനെ ഉണ്ട്. പക്ഷെ താഴ്ന്ന സെഗ്മെന്റിൽ ഇത് മാത്രമേ. പഞ്ച് എന്നൊക്കെ പറയുമ്പോൾ മൈക്രോ XUV എന്ന കാറ്റഗറിയിലേക്ക് വരും. അപ്പോൾ എന്താണ് ഇനി ഒരാളോട് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാനുണ്ടാവും? അത് ശരിക്കും എനിക്കുണ്ടായ കൺഫ്യൂഷൻ ആണത് സംഭവം. അതിപ്പോ ക്ലിയർ ആയിട്ടുണ്ട്. ഞാനിത് എടുത്തേ പിന്നെ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു ചെറിയ EV കാറാണ് എടുക്കണമെങ്കിൽ, ഇപ്പൊ ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സെക്കൻഡറി കാറായിട്ട് മാത്രമാണെങ്കിൽ മാത്രമേ ഈ വണ്ടി എടുക്കാൻ പാടുള്ളൂ. മെയിൻ കാറായിട്ട് യൂസ് ചെയ്യണ ഒരു ഫാമിലിയും ഈ കാർ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് ടിയാഗോ തന്നെയായിരിക്കും ബെറ്റർ. റേഞ്ച് വരുന്നുണ്ട്. ടിയാഗോ 250 വരുന്നുണ്ട്, 350 വരുന്നുണ്ട്. 2 റേഞ്ചിലുണ്ട്. ഇതിനൊറ്റ ബാറ്ററി ബാക്ക് ഉള്ളൂ. 200 കിലോമീറ്റർ. സെക്കൻഡറി കാറായിട്ട് ടിയാഗോ എടുക്കുന്ന ആളുകളോട് പറയാനുള്ളത്, സെക്കൻഡറി കാറായിട്ട് നിങ്ങൾ ഈ വാഹനം തന്നെ എടുക്കണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ വരുന്ന ഒരു സ്റ്റാറ്റസ് സെക്കൻഡറി കാറിൽ കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് ടിയാഗോക്ക് കിട്ടില്ല. ടിയാഗോ പല ആൾക്കാരുടെയും മെയിൻ കാറാണ്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡറി ആകുമ്പോൾ ഇതിൽ വരുന്ന നമ്മുടെ ആ ഒരു ഓരോ വണ്ടികൾക്കും ഓരോ സ്റ്റാറ്റസ് ആണല്ലോ. ഇപ്പോൾ BMന് ബെൻസിന് ഒക്കെ അതേപോലെ ഈ ചെറിയ കാറുകൾക്കും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ സെക്കൻഡറി കാറായിട്ട് എടുക്കാൻ പറ്റുന്ന സാധനം ഇതാണ്. ഇതിന്റെ പവർ മറ്റേല് കിട്ടൂല. ഉദ്ദേശിച്ചത് ആ ഒരു അതായത് ആ സ്റ്റാറ്റസ് നമുക്ക് പോകുന്ന നമ്മുടെ സെക്കൻഡറി കാറാണ്. ഇപ്പൊ ഈ വാഹനം ഉപയോഗിക്കുമ്പോൾ വേറെ ഏതൊക്കെയോ കാറ് വീട്ടിലുണ്ടെന്നൊക്കെ വെറുതെ തെറ്റിദ്ധരിക്കും. പിന്നെ അത് മാത്രമല്ല വേറെ വിറ്റുണ്ടായിട്ടോ. ഈ മറ്റേ ഇൻസ്റ്റയിൽ ഒരു റീൽ വന്നായിരുന്നില്ല മറ്റേ ഓട്ടോറിക്ഷയായിട്ട് കമ്പയർ ചെയ്ത്. അതിനുശേഷം എന്നെ 2 പേര് കൈ കാണിച്ചിട്ടുണ്ട് ഓട്ടോ. ഒരു മലയാളിയായ ചേച്ചിയും എന്നെ കൈ കാണിച്ചു. പിന്നെ ഒരു ബായ് ഫാമിലി അവർ 2 പേരും കൈ കാണിച്ചു ഓട്ടോ ആണെന്ന് വിചാരിച്ചിട്ട്. എന്ത് തോന്നി മനസ്സിൽ?
ഒന്നുമില്ല, ഒരു രസം, ഒരു കോമഡി പോലത്തെ വണ്ടിയാണെന്നുള്ള ഒരു ഇതെന്തെങ്കിലും വന്ന മനസ്സിലായി. ഇല്ല നമ്മള് ഇതിന് ഇത്രയും രൂപ മുടക്കണെന്ന് നമുക്ക് സ്വയം ഒരു ബോധ്യം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നം വന്നില്ല. പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളും ഉണ്ട്. ഞാൻ ഇത് ഉപയോഗിക്കുന്ന പലരും റിവ്യൂ കണ്ടപ്പോൾ എൻ്റെ ഡിഫറെന്റ് ആണ്, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ വണ്ടി നല്ലത് തന്നെയാണ് സംഭവം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എക്സ്പീരിയൻസ് ഇതിനെ കോമറ്റിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിലേക്ക് ഇതില് ഞാൻ ഈ നമ്മളിപ്പോ ഈ സംസാരിച്ചല്ലേ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ അല്ല വ്യൂവേഴ്സ് കമന്റ് ചെയ്യുമ്പോ നമുക്ക് കൂടി മനസ്സിലാക്കാനുള്ള ഒരു കമ്പയർ ചെയ്യാം. അത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക. അതുപോലെ തന്നെ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് വിളിക്കേണ്ട നമ്പർ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി തന്നെ ആയിരിക്കണമെന്നില്ല, ഏത് വണ്ടി ആയിക്കോട്ടെ. നിങ്ങളുടെ പുതിയ വണ്ടിയുടെ എക്സ്പീരിയൻസ് ഇതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. നമ്പർ ഈ താഴെ എഴുതി കാണിക്കുന്നതാണ്. എല്ലാവരും ഷെയർ ചെയ്യണമല്ലോ. അത് അതെ, ഷെയർ ചെയ്യണം. പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വണ്ടി എടുത്തവർക്കും ഇതുപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ആണോ മറ്റുള്ളവർക്കും അറിയാനായിട്ട് ഉപകാരപ്പെടും അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും വിളിക്കുക. അപ്പോൾ ചക്കു ബ്രോ, തിരക്കുകളുണ്ട്, ഇഷ്ടംപോലെ കോളുകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ തിരക്കിലേക്ക് ഞാൻ വിടുകയാണ്. ഓക്കെ, ഞങ്ങളൊന്ന് അങ്ങോട്ട് വിടണം തീർച്ചയായും. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ ഞങ്ങൾ പുള്ളിയോട് ചോദിച്ചിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ബൈ.